കഴിഞ്ഞ ദിവസം ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു. അതിൽ രണ്ട് പേരുണ്ട്, അഭിമന്യു തെലുഗും പിന്നെ സംഗീത് പ്രതാപ്, ശിവരല്ല പ്രതാപ്. ഈ രണ്ട് പേരും ഉണ്ടല്ലോ, എനിക്ക് തോന്നിയിട്ടില്ല ഇവരെ കൊണ്ട് മലയാള സിനിമയിൽ ഇനിയും മുന്നോട്ടേക്ക് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന രണ്ട് പേരാണെന്നുള്ളത്. കാരണം ഇവന്മാർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഒരാൾ പോലീസുകാരനാണ്, അഭിമന്യു പോലീസുകാരനാണ്, അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല കഥയിൽ. പക്ഷെ ആ പുള്ളിയുടെ രീതിയിൽ വെറുപ്പിച്ച് ആ കഥാപാത്രം അങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ സംഗീത് പ്രതാപാണ് പുള്ളിക്ക് ഈ കഥയിൽ സിനിമയുടെ ഉടനീളം ഈ സിനിമ മുന്നോട്ട് നയിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, ഗംഭീര കഥാപാത്രമാണ്. സിനിമ എന്തായാലും ഈ കഥാപാത്രം ഗംഭീരമാണ്, ആ ഇമോഷൻസ് ഗംഭീരമാണ്. ചേച്ചിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അനിയൻ, ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന അനിയനാണ്, അത് ഗംഭീര കഥാപാത്രമാണ്. പക്ഷെ അത് നശിപ്പിച്ചിട്ടുണ്ടല്ല, വെറുപ്പിക്കുകയാണ്. സിനിമയിൽ പുള്ളി കരയുന്ന സമയത്ത് നമുക്ക് ചിരിയാ വരുന്നത്, നമുക്ക് തെറി പറയാൻ തോന്നും പുള്ളിയുടെ അഭിനയം കാണുമ്പോൾ. ശരിക്കും നമുക്ക് കരയേണ്ട സാധനമാണ്, പക്ഷെ അത് തെറിയാ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അമ്മാതിരി വെറുപ്പിക്കലാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ഒക്കെ അഭിനയമൊക്കെ കാണുന്നത്. ഈ തലമുറയിൽ എനിക്കൊന്ന് ആസിഫിനെ പോലെ ഒന്നോ രണ്ടോ പേരുണ്ട് ഇതേപോലെ ഇമോഷൻസ് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയ നടന്മാർ. അല്ലാതെ ഈ പറയുന്ന ഇവനൊന്നും അഭിനയമൊന്നും ഇവർക്കൊന്നും വന്നിട്ടില്ലെന്നേ. ഇത് കണ്ടു നോക്കും, നിങ്ങളിത് കണ്ടു നോക്കുമ്പോൾ അറിയാം നല്ലൊരു കഥാപാത്രത്തിന് എന്ത് കാണിച്ചു വെച്ചേക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് OTT വരുമ്പോൾ കണ്ടാൽ മതി, ഈ ടി വിയിലിരുന്ന് കണ്ടാൽ മതി. ഈ ബിഗ് സ്ക്രീനിൽ പോയി കാണാനൊന്നുമില്ല. അത് കണ്ടേ നിങ്ങൾ എന്നെ തെറി പറയും.